നിങ്ങളിപ്പോ വീട്ടിലല്ല, മദീന മുനവ്വറയുടെ മുറ്റത്താണ്. പ്രണയം വാക്കുകൾക്കതീതമായ വികാരമായി സിരകളെ നിറക്കാൻ തുടങ്ങും. ആശിക്കിങ്ങളുടെ ചുണ്ടിലെപ്പോഴും ബാൻമരങ്ങൾ കാറ്റിൽ. ബാൻമരങ്ങളെ കുറിച്ച് നമ്മുടെ കവിതയിലുണ്ടല്ലോ. തമ്പുരുമീട്ടുമ്പോഴുള്ള ഗസലിന്റെ ഇരട്ടിയാണ്. ഒളിക്കാൻ മടിക്കുന്ന ഒരു നിലാവ് എപ്പോഴും മദീനയുടെ ആകാശത്തിങ്ങനെ നോക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. മദീനയുടെ ഒരു ഓർമ്മ പോലും മനസ്സിന് മഞ്ഞിന്റെ ഹിമത്തണുപ്പാണ്. കേട്ടറിഞ്ഞ കഥകളിലെ രാജകൊട്ടാരമൊന്നുമില്ല മദീനയിൽ. പക്ഷെ എന്നിട്ടും ഹബീബിന്റെ മദീനക്ക് എന്തൊരു ഗംഭീര്യമാണ്. ആ ഹരിത മിനാരത്തിനു താഴെ നമ്മളാ മാർബിളിൽ രാവേറെ ചെല്ലുവോളം നോക്കിയിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റു വന്നു നമ്മുടെ ചെവിയിൽ കഥ പറയും. നാം പോലും അറിയാതെ കണ്ണുകളിങ്ങനെ തുളുമ്പാൻ തുടങ്ങും. പ്രണയിനികൾ കാവ്യ കവനം തീർത്ത ഇഷ്കുപൂത്ത നഗരമാണത്. ഇഷ്കിന്റെ നിലാമഴ തുഷാരഹർഷം തൂകിയ നഗരമാണത്. പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ഷറഫുദ്ദീനിൽ ബുസീരി റളിയല്ലാഹു അൻഹു ബുർദയുടെ വരികളിൽ ചേർത്തുവെച്ച നഗരം. അബൂബക്കറിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വിത്രിയയിൽ ചേർത്തുവെച്ച നഗരം. ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു അലഫൽ അലിഫ് എന്ന് പറയുന്ന കാവ്യരത്നഹാരത്തിൽ നിറച്ചുവെച്ച നഗരം. സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ കാവ്യ കവനം തീർത്ത മദീന. ഇഷ്കുപൂത്ത നഗരമേ മദീന. വെളിയങ്കോട്ട് ഉമർ ഖാലി തങ്ങൾ യാക്രമൽ ഖുറമ എന്ന തന്റെ കഥനക്കടൽ കണ്ണീരാക്കി എഴുതിയ കാവ്യകവനം തീർത്ത മദീന. നിലാമഴ പോലെ അശ്രുഗണങ്ങൾ, കണ്ണുനീർത്തുള്ളികൾ തുള്ളിത്തുളുമ്പി കവിളനകളിലൂടെ ഒഴുകും. മുത്തുനബിയുടെ റൗളയ്ക്ക് സമീപം നിൽക്കുമ്പോൾ കാലുകളിൽ നിന്ന് സിരകളിലേക്ക് വിദ്യുൽ പ്രവാഹം പോലെ പ്രണയമിങ്ങനെ അരിച്ചു കയറാൻ തുടങ്ങും. സമയകാലങ്ങളുടെ അതിർത്തി രേഖകൾ മാഞ്ഞുപോകുന്നത് പോലെ കാലവിസ്മയത്തിന്റെ ഏതോ നിതാന്ത ശൂന്യതയിൽ ഹബീബേ നമ്മളിങ്ങനെ അലിഞ്ഞു ചേരുന്നത് പോലെ റൗള ഷരീഫിൽ ഋതുഭേദങ്ങൾ വഴിമാറി നിൽക്കുന്ന യമസന്ധ്യകളിൽ ഉണരുന്ന പരിജാതപ്പൂവ് തോറ്റുപോകുന്ന സുഗന്ധ പരിമള പീയൂഷമാണ് മദീന. പ്രവാചക നഗരമേ മദീന, നീ ഒരു മണ്ണു മാത്രമല്ല ഞങ്ങൾക്ക്, നീ ഞങ്ങളുടെ ജീവനാണ്. മദീന, നീ ഞങ്ങളുടെ ജീവനാണ്. മധു തേടുന്ന ശലഭങ്ങൾ പോലെ ആശിക്കിങ്ങൾ വന്നണയുന്ന പ്രണയനഗരമാണത്. ആ രോമാഞ്ച സൗരഭ്യ ശുഭനിമിഷത്തിന്റെ സംഗമരഥ്യയിൽ സ്വയം മറന്നുപോകുന്ന ആശിക്കിങ്ങളെ കാണു നിങ്ങളവിടെ. ഏത് തൂലികയാണ് മദീനയെ കുറിച്ച് എഴുതിയപ്പോൾ നൃത്തം ചെയ്യാതെ പോയത്? ഏത് അധരപുടങ്ങളാണ് ആ നശീദ പാടിയപ്പോൾ വിതുമ്പി വിറക്കാതെ പോയത്? ഏത് ഹൃദയങ്ങളാണ് ഹുബിന്റെ പ്രേമാഗ്നിയിൽ വെന്തു വെണ്ണീറായി പോകാത്തത്? നൂറ്റാണ്ടുകളായി മദീനയിൽ അവിരാമ പ്രവാഹം പോലെ, അനസ്യൂതമായ ഒഴുക്കുപോലെ സ്നേഹം തേടിയ നഗരിയിലേക്ക് ആശിക്കിങ്ങൾ ഒഴുകുകയാണ്. നീണ്ട 14 നൂറ്റാണ്ടുകളിൽ ഒരു പുഴ പോലെ മദീന നഗരിയിലേക്ക്. മദീന ഒരു വികാരമായി പടരണം, ഒരു പാഷനായി നമ്മുടെ തലമുറ അത് ഏറ്റെടുക്കണം. ഹൃദയത്തിൽ കൂടുകൂട്ടിയ പടിഞ്ഞാറിന്റെ വലക്കണ്ണികളെ വലിച്ചു പൊട്ടിക്കണം. പ്രണയത്തിന്റെ ചിറക് മുളിപ്പിച്ച് മദീനയിലേക്ക് പറക്കണം. ചിറകൊടിഞ്ഞ ഹരിത മിനാരത്തിനു താഴെ തളർന്നു വീഴണം. നായകൻ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ തിരിച്ചറിയുമെങ്കിലെന്നൊരു പ്രതീക്ഷ മാത്രമാണ്. اللهم حبب إلينا المدينة اللهم حبب إلينا المدينة. പ്രണയാതുരനായ കാമുകനെ പോലെ
പ്രണയിനിയെ തേടി അലഞ്ഞ ആശിക്കിനെ പോലെ ഇങ്ങനെ നടക്കണം മദീനയുടെ ചെരുവിലൂടെ. ഷിഖഖിൽ മദീന, മദീനയുടെ ഗല്ലികളിൽ മലക്കുകൾ കാവൽ നിൽക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്കിന്റെ പേമാരി പെയ്തിറങ്ങിയ ബാനത്ത് സുആദ് നിങ്ങൾ കേട്ടതല്ലേ? പ്രവാചക പ്രണയത്തിന്റെ സുഗന്ധ പീയൂഷം പൊഴിച്ച വിത്തിരിയ നിങ്ങൾ കേട്ടതല്ലേ? ഹുബിന്റെ പുഴയൊഴുക്കിയ അലഫല്ലലിഫ് നിങ്ങൾ കേട്ടതല്ലേ? അനശ്വര പ്രണയഗാഥ ബുർദ നിങ്ങൾ കേട്ടതല്ലേ? സ്നേഹത്തിന്റെ കനവും കനിവും അർദ്ധസാന്ദ്രമായി ചുണ്ടുകളിൽ ഇങ്ങനെ നിറയും. അവിടെ കണ്ണിലെപ്പോഴും ഇഷ്കുപൂത്ത് നിറയും. അതരപുടങ്ങൾ വിരഹ ദുഃഖത്താൽ നൊമ്പരത്താൽ പിടയുന്നതുപോലെ മദീന നിങ്ങൾക്ക് സമ്മാനിക്കണം. അതാണ് മദീന. ഇവിടെ പ്രണയമില്ലെങ്കിൽ പിന്നെന്തിനാണ് പ്രണയത്തിനെ സൃഷ്ടിച്ചതുപോലും? മദീനയിലെ ഓരോ മണൽത്തരിയിലും മുത്തുനബിയുടെ സുഗന്ധവും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അതനുഭവിക്കാനുള്ള പഞ്ചേന്ദ്രിയ ശക്തികൾക്കപ്പുറമുള്ള അതീന്ദ്രിയമായ ഒരു വിജ്ഞാനത്തെ ഞാനും നിങ്ങളും കണ്ടെത്തണം. മദീനയിൽ എത്ര കണ്ണുകളാവും ഈ പച്ചമിനാരത്തെ വട്ടമിട്ടു പറന്നത്. കാലം മുഖസാക്ഷിയായി എത്ര രാവും പകലുമാണ് കടന്നുപോയത്. വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ആഷാഢവും കഥ പറഞ്ഞ് മഞ്ഞും മഴയും വെയിലും എത്രയാണ് മദീനയെ പ്രണയിച്ച് കടന്നുപോയത്. ഈന്തയോലകൾ ഹരിതചാമരം തീർത്ത മസ്ജിദുൻ നബവിയുടെ സ്ഥാനത്തിന്നിതാ ഒരു വെള്ളക്കൊട്ടാരം. ഈ മണ്ണിലെന്നും കഴിയാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിശ്ചയം ഞാൻ മദീനയിൽ മരിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. ഖിയാമത്ത് നാളിൽ ആദ്യമായി എന്റെ ഖബർ പിളർന്ന് ഞാൻ അതിൽ നിന്ന് വെളിയിൽ വരും. നമ്മളിപ്പോൾ ഇരിക്കുന്ന മദീനയുടെ മുറ്റത്ത പച്ചക്കുബയുടെ ഭാഗത്തുനിന്ന് അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായി ലോകാവസാനം കഴിഞ്ഞ് പുനരുത്ഥാന ദിവസം എഴുന്നേൽക്കുന്നത്. പിന്നെ അബൂബക്കറാണ്, പിന്നെ ഉമറാണ് റളിയല്ലാഹു അൻഹും വെളിയിലേക്ക് വരും. പിന്നീട് ജന്നത്തുൽ ബഖയിൽ പോയിട്ട് അവിടെ അടക്കം ചെയ്തവരെല്ലാം എന്റെ കൂട്ടത്തിൽ കൂട്ടുന്നതാണ്. ഉസ്മാനും അലിയും വരുന്നതാണ്. എങ്ങനെയാണ് മദീന നമുക്ക് മറക്കാനാവുക? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മദീനത്ത് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ. ഞാനൊരു ഹാലിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. സയ്യിദുനാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വന്നുപോയ ആ രാത്രിയുടെ ഓർമ്മയിൽ നമ്മൾ ഇന്ന് പിരിയുകയാണ്. ബിലാലിനെ ഓർത്ത് ഈ രാത്രി നമ്മൾ പിരിയാണ്. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റട്ടെ. രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കട്ടെ. ഇതൊന്ന് ശ്രദ്ധയോടെ കേട്ടുന്ന രാത്രി പോകട്ടോ. കൂടൊഴിഞ്ഞ കോകിലം നാടൊഴിഞ്ഞ കോകിലം, കൂടൊഴിഞ്ഞ കോകിലം നാടൊഴിഞ്ഞ കോകിലം. ബിലാൽ ഇബ്നു റബാഹ തേടി ബിലാലിനെ തേനൂർ നെഞ്ചു പൊട്ടുന്നില്ലേ? നെഞ്ചു പൊട്ടുന്നില്ലേ? നമ്മുടെ തമലൊന്നുമില്ലെങ്കിലും ഹബീബിനെ കേട്ട് ബിലാലിന്റെ ആ സങ്കടക്കടൽ പൊട്ടും. പൂങ്കുയിലാകും ബിലാലിനെ കണ്ടില്ല, തേൻ സ്വരം മരുവിൽ ആരുമേ കേട്ടില്ല, ശ്രുതി മധുര കാറ്റിൽ മദീന കുളിർത്തില്ല, കനമേഘങ്ങൾ പെയ്തൊഴിഞ്ഞില്ല. മുഴങ്ങാതെയായി ബിലാൽ